യാമിമോൾ ഉറക്കത്തുനിന്ന് വിളിച്ചോണ്ട് അതെടുത്തോണ്ടിട്ട് നമ്മളെ പോണത്. ഇന്നലെ രാത്രി ഞാൻ പെട്ടി പാക്കിനെ കണ്ടിട്ടേ ഓള് റെഡിയായി കിടന്നു തുടങ്ങിയോണ്ട് പിന്നെ അതൊരു വിഷയമില്ല, സിമ്പിൾ. അപ്പൊ കമൺ ഗൈസ്, നമുക്ക് പുറപ്പെടാം. രാവിലെ ഒരു 7 മണിയായി കാണട്ടോ, അല്ല ഉച്ചക്ക് 12 മണിയായിട്ടുണ്ട്, കുറച്ച് ലൈറ്റ് ആയി. ഒരു ബീച്ച് കാണാൻ പോകാനാണോ ഇത്ര ബിൽഡപ്പ് എന്നല്ലെങ്കിൽ ആലോചിക്കണ വരി ഒരു കൂട്ടം കാണിച്ചിട്ടുണ്ട്. ഞങ്ങളിതാ റെഡിയായി മാറ്റി ഇറങ്ങി കേട്ടോ. മക്കൾസൊക്കെ നല്ല എക്സൈറ്റ്മെന്റിലാണ്, ഞാനടക്കം. ഞാൻ ഈ അടുത്തൊന്നും ഇത്ര ലോങ് ആയിട്ട് ട്രിപ്പ് പോയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാട്ടോ. അതിന്റെ ഒരു ആഹ്ലാദം എനിക്കുണ്ടായിരുന്നു. കുറച്ച് ദൂരം പോയപ്പോൾ വണ്ടിക്ക് പെട്രോൾ അടിക്കണം, അതുപോലെ തന്നെ ഞമ്മക്ക് ഓടിക്കണം. അങ്ങനെ കുറച്ച് ചായയൊക്കെ വാങ്ങിട്ടോ. അതിനതാ ചായൻ്റെ കൂടെ മക്കൾസിന് അത്യാവശ്യത്തിലധികം കഴിക്കാനുള്ള സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവിടെ ഇതാ ഒട്ടക നിൽക്കുന്നുണ്ടെന്നാണ് യാമിയും സൂമിയും പറയുന്നത്. ഞാൻ വീഡിയോ ഓണാക്കിയെന്ന് മനസ്സിലായ അവൾ പിന്നെ ചിരിക്കുള്ളൂ കേട്ടോ, ഒന്നും സംസാരിക്കൂല. നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ അടുത്തൊന്ന് ഫോട്ടോ എടുക്കാനായിട്ട് ഒരു ഒട്ടകത്തിന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമ്മളതാണ് മുതലാക്കി അറഞ്ചും പുറഞ്ചും ഫോട്ടോസും വീഡിയോസും ആണ്. വല്ലപ്പോഴും മരുഭൂമിയിൽ ഇങ്ങനെ പച്ചപ്പ് കാണുമ്പോൾ ഞാനൊക്കെ വീഡിയോ എടുക്കട്ടോ. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം എത്താനായിട്ടുണ്ട്. അതിൻ്റെ കേട്ടോ ആ പൂക്കളും ചെടികളൊക്കെ മനോഹരമായി നിൽക്കുന്നത് ബീച്ച് സൈഡാണ്. അതായത് സൈഡ് ഇങ്ങനെ നോക്കുമ്പോൾ ബീച്ചൊക്കെ കാണാണ്ട്. ഏകദേശം ഇതാ ഈവനിങ് ആയിട്ടുണ്ട്, നല്ല മനോഹരമായിട്ടുള്ള വെതർ. ഒക്കെ വീഡിയോ എടുത്തോടാട്ടോ ഞാൻ പോണത്. ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ആൾ മാറിയിട്ടുണ്ട്, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അങ്ങനെ ഇതാ നമ്മൾ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ചെറിയ സെറ്റപ്പ് ആണെങ്കിൽ കൂടി ഉള്ളിൽ ഭയങ്കര വിശാലമായതായിരുന്നു കേട്ടോ. ഞങ്ങളൊരു അവസാന ഘട്ടത്തിലാട്ടോ എല്ലാം പ്ലാൻ ചെയ്യല്. അതുകൊണ്ട് തന്നെ ഉദ്ദേശിച്ച തരത്തിലുള്ള റിസോർട്ടുകളും കിട്ടിയില്ല. പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നാണല്ലോ. ഇപ്പോൾ നടക്കുന്ന ഒരു അന്താരാഷ്ട്ര ചർച്ചയാണ് കേട്ടോ. ഈ ഫ്ലവേഴ്സ് ഒറിജിനൽ ആണോ, ഇത് എത്ര ദിവസം വരെ നിൽക്കും, ഇതിന്റെ അടിയിൽ എന്താണ് ഐസ് ക്യൂബ്സ് ആണോ കാണുന്നത്, ലൈക്ക് അങ്ങനെ ഒരുപാട് അനവധി ക്വസ്റ്റ്യങ്ങളും ആൻസേഴ്സും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഗാവിൻ കുറച്ച് ഈത്തപ്പായൊക്കെ തിന്ന് നമ്മൾ ഉല്ലസിച്ചു. നിറച്ച് മനോഹരമായിട്ടുള്ള കേക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒട്ടകത്തിന് കൊമ്പില്ലാത്ത സ്ഥിതിക്ക് ധാര കൊമ്പാന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ. അപ്പോഴേക്കും റൂം കിട്ടി, ദൗരൊക്കെ ചാടി കയറുന്നുണ്ട്. ഞാൻ പിന്നാലെ കയറി. നല്ല അത്യാവശ്യം വന്നപ്പോ അത് തന്നെ ബാത്റൂം. ഇത് റൂമാ? ഏ റൂമൊക്കെ അതിക്കൂടി ബെഡ്റൂം, ഇതിക്കൂടി ബെഡ്റൂമാ? എന്നാ ഞാൻ അതിക്കൂടി വാ, ഞാൻ അതിക്കൂടി വരാം. ഞങ്ങളുടെ റൂമിന്റെ കുറ്റും കുറവ് നോക്കുന്ന സമയം കൊണ്ട് ഇവളെ ജ്യേഷ്ഠനും ഭയങ്കര എന്തൊക്കെ കാര്യങ്ങൾ കത്തിക്കേറി സംസാരിച്ചുകൊണ്ടിരിക്കട്ടോ. ഞാനും ലഭ്യം അതിലൊന്നും പിന്നെ ഇടപെടാൻ പോവാറില്ല കേട്ടോ. ഓലെ ഏട്ടൻ അനിയനല്ലേ, ഓല് സംസാരിച്ച് തല്ലി തീർക്കട്ടേന്ന്. അതൊന്നല്ല കേട്ടോ, ഓരെന്തോ കാര്യം സീരിയസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നെസുത് അവിടെ എന്തൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നാട്ടിൽ പോകാനുള്ള പെട്ടി പാക്കിംഗ് ആണോ, പേടിക്കണ്ട, വെയിറ്റ് മെഷീൻ ഇവിടെ വന്നിക്കണെന്ന്. സാധുവും സൂമിയൊക്കെ കയറി വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാനും നോക്കി, പക്ഷെ ഇവർ പറയാൻ കൊള്ളൂല, വെയിറ്റ് അല്ലേ. ബീച്ചിൽ പോകാന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. രാത്രിയാണെങ്കിലും പകലാണെങ്കിൽ വിഷയമില്ല, എനിക്ക് ബീച്ചിൽ ഇറങ്ങിയാൽ കുളിക്കണം എന്നാണ് നെജുവിന്റെ പക്ഷം. ലബിനെ തെരഞ്ഞെടുത്ത് കാണാനില്ല, എവിടെ 30 നീണ്ടു കിടന്നു കേട്ടോ. അങ്ങനെ 30 കുത്തി നീപ്പിച്ച് നമ്മൾ ഇതാ പോവായി. പിന്നെ ഈ വോയിസ് ഒക്കെ എന്റർടൈൻമെന്റ് പർപ്പസിന് മാത്രം എടുത്താൽ മതി കേട്ടോ, തല്ലാൻ വരരുത്. ഇനി ഫുഡ് കഴിച്ചിട്ടുള്ള വേറെ പരിപാടി എന്നും പറഞ്ഞ് അടുത്ത് കണ്ട് നല്ല റെസ്റ്റോറന്റ് തപ്പി ഇറങ്ങി എല്ലാ ഫുഡിനായിട്ട് കയറിയിട്ടുണ്ട്. സീ ഫുഡിന് പ്രാധാന്യമുള്ളൊരു ഷോപ്പായിരുന്നു. ഞങ്ങൾ കാണിച്ചിരിക്കുന്ന ഫിഷ് ഒരു സെറ്റാക്കി തരും. മുകളിൽ ചെന്നപ്പോൾ ഞങ്ങൾ അത്ര ആൾക്കാരെ കൊള്ളാനുള്ള സ്ഥലമില്ലായിരുന്നു. അപ്പോൾ അവരൊന്ന് റീഅറേഞ്ച് ചെയ്തു കേട്ടോ. റാഹത്തായി ഞങ്ങളൊക്കെ സ്ഥലം പിടിച്ചിരുന്നു. അപ്പോഴേക്കും സ്റ്റാർട്ടർ എത്തിയിട്ടുണ്ട്. പുറകെ തന്നെ മെയിൻ ഐറ്റംസ് വന്നിട്ടുണ്ട്. വീഡിയോയിൽ അധികം കോൺസെൻട്രേഷൻ ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ. കാരണം എന്താ, നല്ല വിശപ്പുണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായതാണോ അത് ഒറിജിനൽ ടേസ്റ്റ് ആണോ എന്നറിയില്ല. അത് അടിപൊളി ആയിരുന്നു. എനിക്കങ്ങനെ മനസ്സും വയറൊക്കെ നിറഞ്ഞു കേട്ടോ. സംഭവം ഉഷാറായിരുന്നു. മക്കൾസിനും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഫുഡും കഴിച്ച് റാഹത്തായി നേരെ വെച്ച് പിടിച്ചത് ബീച്ചിക്കാണ് കേട്ടോ. രണ്ട് മൂന്നൊക്കെ ഉണ്ട്. ഉച്ചവ് ബോട്ട് കയറാൻ പോണ്ട് കുഞ്ഞാ. അതൊരു ബോട്ടിങ്ങിന്റെ മെയിൻ കേന്ദ്രമായിരുന്നു. ഇഷ്ടം പോലെ ബോട്ട്, നല്ല തിരക്കുണ്ടായിരുന്നു. ഈ ബോട്ടിങ്ങിൽ എനിക്ക് ചെറിയ താല്പര്യക്കുറവുണ്ടായിരുന്നു. രാത്രിയാണ്, എന്ത് കാണാനാണ്, എന്ത് ബോട്ടിംഗ് ആണ്, ലൈക്ക് അങ്ങനെ ചിന്തയായിരുന്നു. നല്ല ഭംഗിട്ട് ക്ലിയർ, നല്ല ക്ലിയർ.
എന്താ എഴുതണേ മക്കൾസിന്റെ ഒക്കെ താല്പര്യം പരിഗണിച്ചിട്ടാണ് നമ്മളെല്ലാവരും ബോട്ട് ചൂസ് ചെയ്തത്. നല്ല അടിപൊളി ബോട്ട് ചെയ്യുന്നത് കാണാനൊക്കെ ഒരു ലുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓരോ തീരുമാനത്തിനാണല്ലോ എപ്പോഴും നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക. സോ നമ്മളെല്ലാവരും ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് സെറ്റ് ആയിരുന്നു. ബാബാക്കാനെ പോലെ എക്സ്പേർട്സിനൊന്നും അതിന്റെ ആവശ്യമില്ലല്ലോ, മൂപ്പരുണ്ടോ കൂളായിട്ട് ഇരിക്കണം. സോ നമുക്ക് പോയാലോ. ആ ഡാൻസ് കളിക്കുന്ന കൂട്ടത്തിൽ ഞാനില്ലല്ലോ. ഞാൻ എവിടെ പോയി നിങ്ങളൊരു നിമിഷം ചിന്തിച്ചോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാനാണ് ഇവിടുത്തെ കപ്പിത്താന്, മെയിനും. ഞാനാണ് ഈ ബോട്ടിന്റെ ദിശയൊക്കെ തീരുമാനിച്ച് ഡ്രൈവ് ചെയ്യുന്ന ആൾ കേട്ടോ. ആദ്യമായിട്ട് സ്റ്റിയറിംഗ് കിട്ടിയോണ്ടെന്ന് എന്താണെന്ന് അറിയില്ല. അതിൻ്റെതായിട്ടുള്ള പൊട്ടത്തരങ്ങളൊക്കെ അവിടെ കാണാം, മെയിൻ ആക്കണ്ട. ഈ പറഞ്ഞ കേട്ടങ്ങൾ വിചാരിക്കേണ്ടാവും ഇത് വെറും ഷോ ആണ്, ഷോക്ക് പറയാന്ന്. അല്ല, നിങ്ങൾ നോക്കി സ്റ്റിയറിംഗ് നോക്കി. ശരിക്കും ഞാനാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഇതൊന്നും അറിയാതെ ആ പാവങ്ങൾ അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്ന പോലൊക്കെ ജീവിതം എൻ്റെ കയ്യിലാണല്ലോ. പഠിച്ചോ കാക്കട്ടെ. പക്ഷെ സംഗതി ഉഷാറായിരുന്നു കേട്ടോ. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. രസത്തിനുപരി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ഡാൻസും പാട്ടും ആർമാതൊക്കെ ആയിട്ട് ഇങ്ങനെ സെറ്റായി പോകുമ്പോഴാണ് ഇത് കണ്ടോ ബോട്ട് ഫുൾ സ്പീഡിൽ ഞങ്ങളിങ്ങനെ കറക്കി തിരിക്കി. നമുക്കൊന്ന് ഇരുന്നോർത്ത് ഇരിക്കാൻ പറ്റില്ലേ കണ്ടോ. ഞാനൊക്കെ ഫുൾ ബോട്ടിൻ്റെ ഒരു ആ സീറ്റ് കാണുന്നുണ്ടോ, വേറെ ലെവലിരുന്നു കേട്ടോ. നമ്മളെ ബോട്ടിന്റെ ക്യാപ്റ്റൻ അല്ല, അതല്ല, നമ്മള് നല്ല കസ്റ്റമേഴ്സ് ആണല്ലോ. നമ്മള് അവർക്ക് ഇഷ്ടമായതൊക്കെ ചോദിക്കൂലേ, അങ്ങനെ ചോദിച്ചാണ് നമ്മളെ. അടിപൊളി സെറ്റാ. നിങ്ങളെ കണ്ടുവന്നാൽ നമുക്ക് പെട്ടെന്ന് നിങ്ങളെ ഇതാക്കി, ഇല്ലെങ്കിൽ നിങ്ങളെ വേറെ ആരെങ്കിലും കൊണ്ടുപോയായിരിക്കും. അവിടെ ആൾക്കാരെ കണ്ടാലും നമുക്ക് ഇറങ്ങി. ഓക്കെ അടിപൊളി. ഓക്കെ നെക്സ്റ്റ് ഇറങ്ങി. എവരെന്താ ഇറങ്ങാത്ത? ഇറങ്ങി ഇവരാരും ഇറങ്ങണില്ല. ഷെസു, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളി. ഓക്കെ അടിപൊളി. ഓക്കെ നമ്മൾ പോവാനായില്ലേ? ഓക്കെ, താങ്ക് യു. ഓക്കെ ബൈ, സീ യു. ഓക്കെ ബൈ. നല്ല ബ്ലൂ കളർ സീ ആവൂല്ലേ? ചാടി കളിച്ചിൻ്റെ ക്ഷീണം മാറ്റാണ് ഞങ്ങൾ പരിദൂഷണം വന്ന് ബെഞ്ചിലിരുന്നു കേട്ടോ. മക്കൾസൊക്കെ തക്കണു സൈക്ലിങ്, കാറ്, അങ്ങനെ ഓരോ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പപ്പാസ് ഓരോ പിന്നാലെ നടക്കണുണ്ട്. പോവണ്ടാന്ന് പറഞ്ഞിട്ടുള്ള ബഹളാട്ടോ അവിടെ കേൾക്കുന്നത്. അല്ല, ഉണ്ണിയാർച്ചന്റെ മുണ്ട് കഴിഞ്ഞ് ടൈം ഒരുപാടായി എന്നും പറഞ്ഞിട്ടാണ് കുട്ടികളെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ. ഇവിടെ വന്നിട്ട് എന്താ പരിപാടി? ഒരു 3 ആൾ അവിടെ നിന്ന് സൊറ പറയാം, ഞങ്ങൾ 3 ആൾ അപ്പുറത്ത് നിന്ന് സൊറ പറയാം. ഉറങ്ങിയെന്ന് ചോദിച്ചാൽ ലാസ്റ്റ് കുറച്ചെപ്പോഴോ കിടന്നുറങ്ങി. ഇല്ലാത്തതുകൊണ്ട് തല പൊത്തി പിടിച്ച് നിൽക്കുന്നത്. ഓക്കെ ബൈ. ശരി ബൈ. നെക്സ്റ്റ് പാട്ട് വരുന്നുണ്ടേ, വെയിറ്റ് ചെയ്തോളൂ കേട്ടോ.